അമ്മമാർക്കെല്ലാം അമ്മ, മംഗമാർക്കെല്ലാം മംഗ, ഓമന പൈതങ്ങൾ തൻ കയ്യിലെ കാലത്തിയാലും ആറ്റുകാലമ്മ, അമ്മ ആറ്റുകാലമ്മ. അമ്മേ ആറ്റുകാലമ്മേ. ഒരു ഓട്ടം ഉണ്ടായിരുന്നു. എങ്ങോട്ട്? നമുക്ക് ആറ്റുകാലിരുന്ന് പോണം. പോകല്ലേ, പക്ഷേ 10 മിനിറ്റ് ആവും. ഞാൻ ടെസ്റ്റ് കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ. എനിക്ക് പേരെഴുതണം. അപ്പൊ പൊങ്കാലയ്ക്കല്ലേ, അതുകൊണ്ട് ആറ്റുകാലമ്മേരെ പേര് തന്നെ എഴുതണം. ശരി, അത് കുഴപ്പമില്ല. നമുക്ക് നടവർക്കും പറ്റുമല്ലോ. പിന്നെ എന്ത് മണി 3:30 ഉള്ളൂ. ആട്ടയുടെ ഫ്രണ്ടിലോട്ട് ചെയ്യാൻ ആറ്റുകാലമ്മേരെ സ്റ്റിക്കർ ഒന്ന് ഒട്ടിച്ചല്ലേ? ഓ, പൊങ്കാലയ്ക്കുമ്പോ ഒട്ടിക്കണമായിരുന്നു. ഇന്ന് കാര്യം ആഗ്രഹം നടന്നു. പോയിക്കാം. ദിലീപേട്ട ഓട്ടോ എടുക്കുന്ന കാലം തൊട്ട് ഓട്ടോയുടെ പേര് ആറ്റുകാലമ്മ തന്നെയാണോ? അതെ അതെ, ഞാൻ 2018 ഓട്ടോ വാങ്ങി. അങ്ങനെ ടെസ്റ്റ് കഴിഞ്ഞു. നേരെ കൊണ്ടുപോയി ആറ്റുകാലമ്മ എന്ന് പേര് എഴുതി. രാവിലെ എണീറ്റ് അമ്മയും പൂജാമുറിയിൽ തൊഴും, തിരികെത്തിക്കും, എല്ലാം ചെയ്യും. ആ വിശ്വാസത്തോടെയാണ് ഇറങ്ങുന്നത്. ഇറങ്ങിയാൽ നല്ലതേ സംഭവിക്കുള്ളൂ. ആറ്റുകാലമ്മയുടെ പേരിടുമ്പോൾ നമുക്കൊരു പ്രത്യേക കരുത്താണോ? അതെ അതെ, അമ്മ നമ്മളെ കുടുംബ ദേവത പോലെയാണ്, പരദേവള പോലെയാണ്. അമ്മയുടെ എന്ത് സങ്കടം പറഞ്ഞാലും ശരിയാക്കി തരും. എപ്പോഴും ദേവി കൂടെ ഉണ്ട് എന്നുള്ളൊരു അത്രേ ഉള്ളൂ. ഇപ്പൊ ഓട്ടം ഇല്ല, അമ്മ ഓട്ടം ഇല്ല എന്ന് പറയുമ്പോ ആരെങ്കിലും വന്ന് കയറും. ആറ്റുകാലമ്മയുടെ പേരുള്ള ഓട്ടം ആണല്ലോ കൂടുതലും. അതെ അതെ, അത് അവർക്ക് വിശ്വാസം, ഓരോ വിശ്വാസങ്ങളല്ലേ. നമ്മൾ കൊണ്ടിറങ്ങിയാൽ ഓട്ടം കിട്ടും. സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആറ്റുകാലമ്മേരെ പേരെഴുതാൻ പോയപ്പോഴാണ് ഒരു ഓട്ടം കിട്ടിയത്. അങ്ങനെ പേരെഴുതി ഓട്ടവും കിട്ടി. അത് അമ്മയുടെ അനുഗ്രഹം. ദിലീപേട്ടൻ്റെ ഈ ഓട്ടോ പോലെ തലസ്ഥാന നഗരത്തിൽ ആറ്റുകാലമ്മയുടെ പേരുള്ള നിരവധി ഓട്ടോകൾ ഓടുന്നുണ്ട്. അവർക്കെല്ലാം ആറ്റുകാലമ്മ അഭയമാണ്. അവരുടെ എല്ലാം അന്നമാണ് ഈ ഓട്ടോറിക്ഷകൾ. ദേവി അംബികേ മഗദർശനം തരൂ ജഗദമ്മേ, എന്നും ആറ്റുകാൽ വാഴും അമ്മേ ശ്രീ ദേവി അംബികേ. ക്യാമറമാൻ ബിജു BS-നും പ്രവീൺ ദാസിനുമൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.